സർവമംഗല്യമേ ശിവകാമി സൗന്ദര്യമേ പ്രേമസാര സങ്കൽപ്പമേ സർവലോകമംഗളകാരേ. വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം ഇന്നെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ശ്രീകുട്ടിയുടെ കല്യാണമാണ്. ഇന്നല്ല കല്യാണം, ഇന്ന് തലേദിവസത്തിൻ്റെ തലേദിവസം, അതായത് ഇന്ന് ഹൽദി ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ ഇവിടെ ചാടി കളിക്കുന്നുണ്ട്. ഞാനവിടെ വിഷയമാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കല്യാണ വ്ളോഗ് ചെയ്ത് എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. ഇതിനുശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കണ രണ്ടാമത്തെ കല്യാണമാണിത്. ഇത് ശരിക്കും അച്ഛൻ്റെ വീട്ടുകാരുടെയൊക്കെ ആഗ്രഹം വീട്ടിൽ വെച്ച് നടത്തണമെന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കല്യാണ പരിപാടി മൊത്തം വീട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ പരിപാടിയാണ് സെറ്റ് ചെയ്യാൻ പോകണം, എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം കാണാം. ഒരുത്തൻ ഇവിടെ കിടപ്പുണ്ട്. ഷുണ്ടർമോണി നിന്നെ ഇനി ഞാൻ കുളിപ്പിക്കും. അപ്പോൾ നമ്മളിതേ നമ്മുടെ വീട്ടിൽ ഇവിടെ പന്തലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 പന്തലാണ് നമ്മളിവിടെ ഇടുന്നത്. ഇതേ അച്ഛൻ വരുന്നു. ഇത് നമ്മൾ വീടിൻ്റെ വാതിൽക്കിട്ട പന്തലാണ്. ഇവിടെ നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ നടത്തും. ഇത് നമ്മൾ ക്രോസ് ചെയ്ത് നേരെ നമുക്ക് ഇവിടെ നിന്ന് നടന്നു. ഇത് കണ്ട, നമുക്ക് ഇതൊക്കെ സദ്യ കൊടുക്കാനുള്ള സ്ഥലമാണ്. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് ഈ ഒരു പോർഷൻ നമ്മൾ ഇതിന് കൊടുത്തേക്കാണ്, കലവറയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വീട് ഫുള്ള് പന്തലിനകത്ത് കവറായിപ്പോയി. വീട് ശരിക്കും കാണാൻ പറ്റത്തില്ല. ഓർഡർ അവിടെ കിടക്കടാ. അങ്ങനെ പുറത്ത് വരാനായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളിതേ തൊട്ട് വാതിൽക്കുള്ളൊരു പറമ്പിൽ ഒരു പന്തൽ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ വാതിക്കയിൽ ഇട്ടേക്കണ പന്തൽ. ഇവിടെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നത്. ഇതാകുമ്പോൾ തലേദിവസ പരിപാടിയൊക്കെ ഇവിടേക്ക് നടക്കണം. ഇപ്പം പണിയൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. കണ്ട, ഈ ഒരു ഏരിയ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തോ വണ്ടിയുടെ സാധനങ്ങളൊക്കെ വന്നിട്ട്. ഇവിടെ നമ്മുടെ വീട്. ഇനി നമുക്ക് കല്യാണം നടക്കണ പന്തൽ കൂടിയുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കോമഡി ആയിരിക്കുമെന്ന് കണ്ടറിയാം. സ്റ്റേജ് ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ വന്നു. എങ്ങനെ ഇരിക്കുമെന്ന് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. പുള്ളി ഇപ്പോൾ ആ പരിപാടിയൊക്കെ ചെയ്യും. ആ ചേട്ടനാണ് ഇതൊക്കെ ചെയ്യണതിൻ്റെ ആൾ. പിന്നെ നമ്മൾ നമ്മുടെ റോഡിൽ കൂടി നടന്ന് പോകുമ്പോൾ നമുക്കൊരു ചെറിയ കുടുംബക്ഷേത്രമുണ്ട്. വീടിൻ്റെ ഒരു വീടകലെ. ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. ഇവിടെ എന്തേ ഡെക്കറേഷൻ പരിപാടിയുണ്ട്. അതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3ാമത്തെ പന്തൽ. ചെറിയ അമ്പലം, പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ കുടുംബക്ഷേത്രം ആയതുകൊണ്ടും അച്ഛൻ ഇവിടെ വെച്ച് കല്യാണം നടത്തണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കുടുംബക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തുന്നത്. എനിക്ക് ഇതിലൊക്കെ ഇത്തിരി വിശ്വാസമില്ല, പിന്നെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. ഇവിടെയാണ് നമ്മൾ ഇതിനകത്തുകൂടി ഒരു ചെറിയൊരു മണ്ഡപം പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആ ഒരു മൂലക്കായിട്ട് ചെയ്യും. ഇവിടെ വെച്ചായിരിക്കും കല്യാണം നടക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കല്യാണം നടക്കുന്നത്.
പന്തൽ. ഇവിടെ നിന്ന് നേരെ കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള പന്തലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തന്നത് കല്യാണ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ വൻ വിഷയമാണ് വീടിൻ്റെ പുറത്തിറങ്ങാനായിട്ട്. അവൻ ഇതൊക്കെ കൂടി കണ്ടിട്ട് വട്ടാകുന്നുണ്ട്. കാര്യം ഇവിടെയൊക്കെ ഇവൻ അണ്ണൻ ഓടിക്കളിക്കുന്ന സ്ഥലമാണ്. കേറിയ ഇതുപോലെ പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. കല്യാണ പെണ്ണി നാത്തൂനി പാത്രം കഴിയുന്നു. പണിയെടുക്കടി. ഓഹോ എന്നാ ഭയം ഇരിക്കണം. ഇഡലി സാമ്പാർ എല്ലാം റെഡിയാവുന്നു. രാവിലെ ഇഡലി സാമ്പാറുമാണ് ഇന്ന്. അപ്പം നമുക്കത് തിന്നാം. അങ്ങനെ അന്ന് വൈകുന്നേരം ഒരു ചെറിയ മധുരം വെപ്പ് പരിപാടിയും ഹൽദി പരിപാടിയൊക്കെ നമ്മൾ നടത്തി. അപ്പം നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോകും. എല്ലാവരും ഇങ്ങോട്ട് നമസ്കാരം. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ഔപചാരികത കാര്യമൊന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. ഇവിടെ അർജുൻ എൻ്റെ അളിയനാണ്, റാബി അളിയനാണ്. 2 ദിവസം കഴിയുമ്പോൾ അളിയനാകുമ്പോൾ അർജുൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ഇവിടെ ഹൽദി ചടങ്ങുകളൊക്കെ ആരംഭിക്കും. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് വിഷ്ണുചക്രം ആദ്യം കൊടുക്കണം. രണ്ടേ അവളത്തും തയ്ച്ചെടുക്കും. ശേഷം കൊടുത്താൽ മതി, അവസാനം മത്തടിക്ക്. ബാക്കിയുള്ള അമ്മ എടുത്തോ. സത്യം പറയണം. ശ്രീകുട്ടിയോട് ഞാൻ കയറുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു നാളെ ഞാൻ കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കും, നീ എന്നോട് സത്യസന്ധമായിട്ട് ഉത്തരം പറയണമെന്ന്. സത്യം പറയത്തുള്ളല്ലോ, അവനെ സപ്പോർട്ട് ചെയ്ത് പറയരുത്. അത്ര ഞാൻ പറയാം. സത്യം പറയണം, അവനെ സപ്പോർട്ട് ചെയ്തും പറയുന്നത്. നിന്നെ എന്തോരം അറിയാൻ നമുക്ക് നോക്കാമല്ലോ. ചോദിക്കുന്നെങ്കിൽ അർജുൻ ശ്രീകുട്ടിയുടെ കാര്യമാണ് പറയേണ്ടത്. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രീകുട്ടിയുടെ ബർത്ത്ഡേ എന്നാണ്? ഡേറ്റും മന്തും മാത്രം പറഞ്ഞാൽ മതി, വർഷം പറയണ്ട. അവളുടെ ബർത്ത് ഡേറ്റ് പറഞ്ഞാൽ മതി. 3-ാം മാസോ? മാർച്ചാണ്. വർഷം പറയണ്ട, ഡേറ്റ് പറഞ്ഞാൽ മതി. മാർച്ച് 4. ശരി ശരി. 3 മാർച്ചാണ്. മാർച്ച് 3 മാർച്ച് 3 ഡേറ്റ് പറഞ്ഞു. 3 തെറ്റാണ്. അവര് സംസാരിച്ചിട്ടുണ്ട്, അവര് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ ഗെയിമിന്റെ കാര്യം പറയാൻ പോയപ്പോ അവര് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാ ശ്രീകുട്ടി അർജുന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം. 22/4/1992. ശ്രീകുട്ടി പഠിച്ചിരുന്ന സ്കൂള്, ഫസ്റ്റ് സ്കൂള് അല്ലെങ്കിൽ ഏതെങ്കിലും അവള് പഠിച്ചിരുന്ന സ്കൂളിന്റെ പേര് പറയണം. അല്ല. ഓക്കെ. അർജുൻ എവിടെ പഠിച്ചിരുന്നേ? അറിയില്ലേ? വയനാറുണ്ടെന്ന് എനിക്കറിയാം. ശ്രീകുട്ടിയുടെ ഫേവറേറ്റ് ആക്ടറാണ്? വിജയ്.
അല്ലല്ല ഇവിടെ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. എനിക്കങ്ങനെ ആരുമില്ല. ആ. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ തന്നെ എന്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞത് SRK എന്നാ. എനിക്കങ്ങനെ ഇല്ല. സപ്പോർട്ടൊന്നും ചെയ്യണ്ട, ഗെയിം അതാ ഞാൻ പറഞ്ഞത്. ആദ്യമേ ഇന്നലെ തന്നെ ശ്രീകുട്ടിയോട് പറഞ്ഞതാണ് സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. സപ്പോർട്ട് ചെയ്തതല്ല, എനിക്ക് സത്യത്തിൽ എങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു. അതെ അതെ. അർജുന്റെ ഫേവറേറ്റ് ആക്ടർ ആരാ? നീ അല്ല പറയുന്നത്. എനിക്കറിയില്ല. അറിയത്തില്ല, അതറിയാൻ വഴിയില്ല. ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ പിന്നെ എന്താ സംസാരിക്കാറ്? ഞങ്ങൾ അന്നുണ്ടാക്കുന്ന ഭക്ഷണത്തെ ഫുഡ് എന്നിട്ട് ഫുഡിന്റെ കാര്യം ചോദിച്ചിട്ട് അറിയുന്നുണ്ടല്ലോ അവള് പറഞ്ഞത്. അതല്ല, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാം അതിൽ എന്നാ ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം. അർജുന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഫുഡ് ഏതാ? ഉണ്ടാക്കുന്ന കഴിക്കും. മൈക്ക് വെച്ച് നൈറ്റ് ആകുമ്പോ കഴിയുമ്പോഴാണ് ചോറല്ലാതെ കറി ഐറ്റംസ് അങ്ങനെ ഏതെങ്കിലും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല, കഞ്ഞിയും പയറുമാണ് മിക്കാറും. ബാക്കിയൊക്കെ ഈ കല്യാണം കഴിഞ്ഞ നമ്മൾ ഉണ്ടാക്കി ഇവിടെ എന്താ അർജുന അറിയോ? ഇവിടെ ഈ വീട്ടിൽ എന്താ ഉണ്ടാക്കുന്ന അറിയോ ഏറ്റവും കൂടുതൽ? ഉച്ചക്കത്തെ പറഞ്ഞത് ചോറും ബീറ്റ്റൂട്ട് കറിയോ ചോറോ അല്ലേ അമ്മേ? രാവിലെ രാവിലെ ഒന്നര ഗോതമ്പിന്റെ ചപ്പാത്തി ഉണ്ടാവും. അല്ല അല്ല ഗോതമ്പിന്റെ ചപ്പാത്തി. ചപ്പാത്തി ആയിരിക്കില്ലേ അമ്മ മിക്ക ദിവസങ്ങളും? മിക്ക ദിവസവും ചപ്പാത്തി. എന്നാലും ഇഡലിയും ദോശയല്ലേ? സ്കോർ ചെയ്ത് നിൽക്കണ ചപ്പാത്തിയാണ്. അപ്പൊ കറക്റ്റാ, അവര് സംസാരിക്കാറുണ്ട്. പിന്നെ ഇവര് സംസാരിച്ചിട്ട് ഞാൻ കേട്ടതായിരുന്നു അർജുൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ചീര. അത്രേ ഉള്ളു. ഇതിൽ ആരായിരിക്കും കൂടുതൽ സ്കോർ ചെയ്തേ? അർജുനല്ലേ? ചേച്ചിയമ്മ കൗണ്ട് ചെയ്തായിരുന്നോ? എത്ര മാർക്ക് കിട്ടി? അർജുന് സപ്പോർട്ട് ചെയ്തേക്കോ? 5 കാണുമായിരിക്കും. കുഞ്ഞമ്മ എങ്ങനെയാ? എന്റെ ഒരു മനസ്സിലാണ്. അപ്പൊ ശ്രീകുട്ടിയ എത്ര മാർക്ക്? രണ്ടോട്ടാ അതേ ഗെയിം കൂടെ കളിക്കാം. നിങ്ങൾ രണ്ടുപേരിലും ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആൾക്കാണ്. എന്നെ കാണിക്കണ്ട, അങ്ങോട്ട് കാണിച്ചാൽ മതി. അത് വളരെ ശരിയായിരിക്കും, അത് ശരിയായിരിക്കും. ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന ആരാണ്? നെക്സ്റ്റ് കൂടുതൽ പിടിവാശി കാണിക്കുന്ന ആരാ? ആദ്യം അല്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന ആളാണ്? പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന പിന്നെ നിങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടി റൊമാൻറ്റിക് ആരാ? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് എത്താത്തത് ആരാണ്? രണ്ടുപേരും രണ്ടാണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഐ ലവ് യു പറഞ്ഞതാണ്. എടീ എടീ കള്ളത്തരം കളിയിൽ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് സൂക്ഷിക്കാൻ നോക്കി കളിക്കരുത്. കള്ളക്കിളി ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ തുറക്കിടുന്നത് ആരായിരിക്കും? അടുത്ത ക്വസ്റ്റ്യൻ ഇതെല്ലാവർക്കും അറിയായിരിക്കും. രാവിലെ പെട്ടെന്ന് എണീക്കുന്നതാണ്? ഞാനോ? ഞാൻ 8:30 അവള് 11 മണിയാകുമ്പോഴേ കോൾ എടുത്തിട്ട് അത് കെട്ടിയിട്ട് പിന്നെ അവള് കിടന്നു. ഒരുവിധം എല്ലാ കറക്റ്റ്
ആയിട്ടാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു. അപ്പൊ നല്ല മനപ്പൊരുത്തമുണ്ട്. ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ആവട്ടെ, വഴക്കൊന്നും ഉണ്ടാവാതെ നൈസായിട്ട് പോട്ടെ. കുടത്തിൽ എന്താണെന്നറിയോ, അതിനകത്ത് ഒരു മോതിരം ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും അതില് കഴിയണം ഒരുമിച്ച്. ഫസ്റ്റ് ആരാണോ അത് എടുക്കുന്നത് അവര് വീങ്ങണം. രണ്ടുപേരും ഒന്ന് കൈ വെച്ച് അതിൻ്റെ അകത്ത് കയറോ നോക്കട്ടെ. ഇട്ടോ അത് ഒരുമിച്ച് വെച്ചോ, അല്ലെങ്കിൽ കിട്ടത്തില്ല. അത്രയും താത്തല്ലേ, ഞാൻ പറയുമ്പോ തുടങ്ങിയാ മതി. കൈ ഇട്ടോ, പറയുമ്പോഴേ തുടങ്ങാവുള്ളു. അല്ലെങ്കിൽ കേറാൻ പാടായിരിക്കത്തില്ലേ. കൈ കേറട്ടാല് സ്റ്റാർട്ട്. എന്റെ മകൻ തരും. നിർബന്ധാണോ? ഈ സ്വർണ്ണവലക്ക് നിർബന്ധം. ഒന്നുകൂടി മോതിരം മാറിയാണേ. അങ്ങനെ നമ്മുടെ അന്നത്തെ വൈകുന്നേരത്തെ പരിപാടി ഓണായി. അപ്പം നമുക്ക് നേരെ തലേദിവസ പ്രോഗ്രാമിലേക്ക് പോവാം. ശ്രീരാഗമോ തേടുന്നു നീ വീണത പുന്തൻ നിന്ദാഗമോ മുന്നിൽ നീ പുലർക്കയാ ശ്രീരാഗമോ തേടുന്നു. അന്ന് വൈകിട്ടാണ് പുടവ കൊടുക്കൽ ചടങ്ങ് വരുന്നത്. അതായത് അവരൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ടാവും. തിരിച്ചു പോകുമ്പോൾ ആ ഡ്രസ്സ് വേണം നമ്മൾ എടുത്തുകൊണ്ട് പോകാനായിട്ട്. ഫോട്ടോ എടുക്കണം. മാറ്റേറും മഴപ്പാവി ഓ കളിയാടി പാടാൻ നേരമാ കളിയാടി പാടാൻ നേരമാ മധുവർണ്ണ പൂവല്ലേ നറുനീല പൂമോളല്ലേ മധുവർണ്ണ. അങ്ങനെ അന്നത്തെ പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് അവരെ ഒരുക്കാനായിട്ട് കൊണ്ടുപോകണമായിരുന്നു. അപ്പം രണ്ടുപേരെ ഞാൻ നേരെ മേക്കപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സാരി ഉടുപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി.
വലിക്കടി കൊള്ളാം. എന്നെ ഞെട്ടിച്ച സംഭവം വേറൊന്നുമല്ല, രണ്ടുപേരും നല്ല സുന്ദരിമാരായിട്ടാണ് വന്നിരുന്നത്. തുറന്ന് കാണിച്ചു തരാം. ചെരുപ്പ് വരത്തില്ലേ ചേച്ചി? എനിക്ക് ഇറങ്ങാൻ വേണ്ടി കല്യാണം പെണ്ണല്ലോ കേട്ടോ. അവിടെയാണ് ഇരിക്കുന്നത്. ഇന്നലെ ഒരിക്കലെടുത്തത് എന്നാ വേണ്ടത്? അതിനുശേഷം അവരെയായിട്ട് സരോവരത്ത് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കപ്പിൾ ഫോട്ടോയും അതുപോലെ തന്നെ സിംഗിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയത് നേരെ കല്യാണ മണ്ഡപത്തിലേക്കാണ്. അപ്പോഴേക്കും ഏകദേശം ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു. വരും അത് കൊടുക്കാൻ പേടിയാവണം. അമ്മയും മോലും എല്ലാവരും കേറുക കേറുക. പിന്നെ അവള് സാരിയൊക്കെ മാറി പോകാനുള്ളൊരു സമയമായിരുന്നു. ആകെ എല്ലാവർക്കും വിഷമമായിട്ടുള്ളൊരു സമയം കൂടിയായിരുന്നു അത്. ഒത്തിരി വിഷമിച്ച് ഞങ്ങളെല്ലാവരും. Three hours later. ഈവനിങ് ചെറുക്കൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ ആയിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. അവർക്കും ഇച്ചിരി വിഷമമായി. പിറ്റേ ദിവസം തന്നെ ശ്രീകുട്ടി വീട്ടിൽ വന്നു. കാര്യം വേറൊന്നുമല്ല, എല്ലാവരോടും യാത്ര പറയണം, അനുഗ്രഹം വാങ്ങണം, അങ്ങനെ ഒരു ചടങ്ങ് കൂടി മിച്ചമുണ്ടായിരുന്നു. ഇനി പോടി ഇറങ്ങി ഒന്ന് പോയി തരാവാ. പട്ടിനെ കൊണ്ട് കടിപ്പിക്കട്ടെ. അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകില്ല. ഇവരുടെ പിരിന്ത് മെഡിക്കൽ കോളേജിലായി അപ്പൊ അതുകൊണ്ട് അവർ 2 ദിവസം കഴിഞ്ഞൊന്ന് വിട്ട് 1-2 വീട്ടിലൊക്കെ ഒന്ന് പോകണം. അത്യാവശ്യം അമ്മയുടെ വീടുകളും അച്ഛൻ്റെ വീടുകളും നോക്കണം. വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീകുട്ടി നമ്മുടെ വീട്ടിൽ നിന്നൊന്ന് മാറി പോകുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ചില വിടപറച്ചിലുകൾ നമ്മളെ വേദനിപ്പിക്കും.
പക്ഷെ ആ വേദനക്കുള്ളിലും ഒത്തിരി സന്തോഷമുണ്ടാകും. അവൾ ഇന്ന് പുതിയൊരു യാത്രയുടെ തുടക്കത്തിലേക്ക് പോവാണ്. ഇത്രയും നാളും ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞായിരുന്നു, ഇന്ന് പുതിയ ജീവിതത്തിലേക്കൊരു യാത്ര. ഈ വീടിൻ്റെ സ്നേഹം എപ്പോഴും നിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ.